ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ആഴ്ച എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട OTT റിലീസുകളെ കുറിച്ചാണ്. അപ്പോൾ ഒന്നാമത്തെ സിനിമ ലെനിൻ എന്ന തെലുങ്ക് സിനിമയാണ്. അഖിൽ അഗ്നേനി, ഭാഗ്യശ്രീ ബോസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കിഷോർ അമ്പുരിയാണ്. ഇതിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. ഓഗസ്റ്റ് 14 മുതൽ തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ C5-ൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഗാട്ടാഗുസ്തി 2 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചാണ്. വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി, രമ്യ കൃഷ്ണൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഒരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ റൊമാൻറ്റിക് ചിത്രമാണ് ഗാട്ടാഗുസ്തി 2. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഈ വരുന്ന ജൂലൈ 31 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബാലൻ ദ ബോയ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. ആദിശേഷൻ, ഫർസാന പാലത്തിങ്കൽ, ജീൻ പോൾ ലാൽ, ടൊവിനോ തോമസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഒരു ഡ്രാമ ത്രില്ലർ ചിത്രമാണ് ബാലൻ ദ ബോയ്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് C5 ആണ്. ഈ വരുന്ന ജൂലൈ 31 മുതൽ C5-ലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റാവു ബഹദൂർ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. സത്യദേവ്, ദീവ തോമസ്, അനന്ത് നാരായണൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഒരു സൈക്കോളജിക്കൽ ഡാർക്ക് കോമഡി ചിത്രമാണ് റാവു ബഹദൂർ. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂലൈ 31 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഉയിർ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. റോഷൻ മാത്യു, ബൈജു സന്തോഷ്, അതുല്യ ചന്ദ്ര എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച് M. പത്മകുമാർ സംവിധാനം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഉയിർ. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 4 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ക്രൈം മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് പൈതലാട്ടം. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. ചിത്രം ഈ വരുന്ന ജൂലൈ 31 മുതൽ സൺനെക്സ്റ്റിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലവ് ഓ ലവ് എന്ന ചിത്രത്തെക്കുറിച്ചാണ്. പ്രവീഷ്, നാഗദുർഗ, സെൽവരാഘവൻ, KS രവികുമാർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ലവ് ഓ ലവ്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോയാണ്. ഈ വരുന്ന ജൂലൈ 31 മുതൽ ആമസോൺ പ്രൈം വീഡിയോയിലൂടെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു തെലുങ്ക് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. ഒബ്ജക്ഷൻ മൈ ലോഡ് എന്ന സീരീസിനെ കുറിച്ചാണ്. ശ്രീകാന്ത് മേഘ, മുകേഷ് ഋഷി, അനന്യ ശർമ്മ, സ്നേഹാൾ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച് കോർട്ട് റൂം മിസ്റ്ററി സീരീസ് ആണ് ഒബ്ജക്ഷൻ മൈ ലോഡ്. ഈ സീരീസ് ജൂലൈ 31 മുതൽ C5-ൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു തെലുങ്ക് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ദീവാന എന്ന് പറയുന്ന സിനിമ. ഹർഷിത് റെഡ്ഡി, സ്നേഹ മണിമേഖലെ, നരേഷ് വിജയ് കൃഷ്ണ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ ചിത്രം ആഹാ വീഡിയോസിൽ ജൂലൈ 31 മുതൽ തെലുങ്ക്, തമിഴ് ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു ഹിന്ദി അഡ്വഞ്ചർ കോമഡി ചിത്രമാണ് ധമാൽ 4. അജയ് ദേവ്ഗൺ, റിതീഷ് ദേശ്മുഖ്, ഇഷാ ഗുപ്ത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് ആണ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 4 മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു തമിഴ് വെബ് സീരീസ് ആണ്. മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ് വദന്തി സീസൺ 2 എന്ന് പറയുന്ന സീരീസ് ആണ്. ശശികുമാർ, അനഘ, അപർണദാസ്, രേവതി ശർമ്മ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ സീരീസ് ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഓഗസ്റ്റ് 7 മുതൽ തമിഴ്, ഹിന്ദി, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു ഹിന്ദി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ജയ് ജവാനി തോ ഇഷ്ക് ഹോനാ ഹെ എന്ന് പറയുന്ന സിനിമ. വരുൺ ധവാൻ, മൃണാൽ താക്കൂർ, പൂജ ഹെഡ്ജെ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ സിനിമ C5 ആണ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജൂലൈ 31 മുതൽ C5-ൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് തമിഴ് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് പ്യാർ പ്രേമ കല്യാണം എന്ന് പറയുന്ന സിനിമ. എലൻ, സാൻവി മേഘന, യോഗി ബാബു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് ആണ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 21 മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.